ആരും കൂട്ടാത്ത കറി. ഒരു ഷോപ്പാ. ഷോപ്പാ? ബേക്കറി. പറക്കാൻ പറ്റാത്ത കിളി. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഗേറ്റ്. ഡിയർ കുട്ടി അത് യൂസ് ചെയ്യുന്നുണ്ടോ എനിക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടാവും. കോൾഗേറ്റ്. ചേച്ചിക്ക് നമുക്ക് കുറച്ച് ടഫ് ഉള്ള കൊടുക്കാം. ഏതക്ഷരം കൊടുക്കണം പറ. ഫാൻസിനോട് എന്താ പറയാനുള്ളത്? താങ്ക് യു. എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുവരെ യൂട്യൂബില്? 900 കണക്കിന്. ഡ്രസ്സുകാരെ സെലക്ട് ചെയ്യാം. തോമസിന്റെ മോൻ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ, ഞാൻ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അതിന്റെ ആൻസർ പറയണം. ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് പറയുന്ന ആളെ വിൻ ചെയ്യും. വിൻ ചെയ്ത പ്രത്യേകിച്ചൊന്നും കിട്ടൂല, സമ്മാനമൊന്നുമില്ല, വിൻ ചെയ്യാം. ഓക്കെ, ചോദിക്കട്ടെ. ആദ്യം ഉത്തരം പറയണേ. ഞാൻ കോമൺ ആയിട്ട് ചോദിക്കാം. സ്വന്തമായിട്ട് കസേരയുള്ള മാൻ. കസേരയുള്ള മാൻ. മാൻ. ചെയർമാൻ ആണോ? ഓക്കെ, ആരും കൂട്ടാത്ത കറി. കറി. എനിക്കറിയോ? ഒരു ഷോപ്പാ. ഷോപ്പാ? നമ്മൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് കഴിക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയണ ഷോപ്പാണോ? എല്ലാവർക്കും അറിയുന്ന ഷോപ്പാ. എനിക്കറിയോ? ബേക്കറി. ബേക്കറി. നായ്ക്കുട്ടി ഇല്ലേ, കുരയ്ക്കുന്നത് എന്തുകൊണ്ട്? ശബ്ദം അല്ല, എന്തുകൊണ്ടാ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്തുകൊണ്ടാ കുരക്കുന്നത്? വായുണ്ടോ? ചേച്ചി എന്താ സ്കോർ ചെയ്യുന്നത്? ഞാൻ അതിന് തോക്കുമായിരിക്കും. ഓക്കെ, പറക്കാൻ പറ്റാത്ത കിളി. കിക്കിളി. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? തോളിൽ സഞ്ചിയുള്ള ജീവി. തോളിലോ? ഒരു മനുഷ്യനാ. ഒരു വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും അയാള്. വണ്ടിയിലോ? ഒരു വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും. ആ തോളില് കയ്യിലൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കും ഒരു സാധനം. ക്രിസ്മസ് അപ്പൂപ്പൻ അല്ല, വണ്ടിയില്. അറിയില്ല. ബസ് കണ്ടക്ടർ. ഞാൻ വലിയ സഞ്ചി കാലിച്ചു. ആണ് ഇതിലെങ്ങനെയാണ്? ഓക്കെ, വേറെ ചെയ്യാം. ലാ ഇല്ലേ? അതെ, ലാ ഇല്ലേ? ലാ പോയാൽ കുഴപ്പമാവുന്നത് എന്താ? അതിന്ന് ലാ എടുത്ത് മാറ്റിയ വൻ കുഴപ്പാ. കഴിക്കുന്ന ഒരു സാധനം. കടലയോ? അല്ല, കടലില് ലാ മാറ്റിയ കുഴപ്പമല്ലല്ലോ. അറിയില്ല. അറിയില്ല. അറിയോ? കുഴപ്പം. ലാ മാറ്റിയ കുഴപ്പം. അതെ, തിങ്ക് യു ക്യാൻ. അറിയില്ല. അറിയോ? കുഴപ്പം. ലാ മാറ്റിയ കുഴപ്പം. കുഴലപ്പം. കുഴലപ്പം ലാ മാറ്റിയ കുഴപ്പം എന്നാവില്ലേ? ചുമരിന് പുറത്തുള്ള മതിലില്ലേ, മതിലിന് പുറത്തുള്ള സാധനങ്ങൾ എങ്ങനെ എന്തിലൂടെ കാണാം? അല്ല, കാണാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? മതിലിനപ്പുറത്തുള്ളതോ? ഇപ്പൊ ഈ മതിലിന്റെ അപ്പുറത്തുള്ള സാധനങ്ങൾ കാണാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? ഗ്ലാസ്.
അത് പൊളിച്ചാ കാണാമോ? അല്ല ക്ലാസ് വേറെ ഇതിലുള്ള ആൻസർ പറയണം. ഇപ്പൊ ഈ മതിലപ്പുറം എന്താ നമുക്ക് അറിയില്ലല്ലോ. കണ്ണ്. പക്ഷെ ഒരു സാധനത്തിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ണിൽ കൂടെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റുള്ളൂ. അല്ല വേറെ പറ. അതിലുള്ള ഇതിലുള്ള answer പറ. അറിയില്ലല്ലോ. ആലോചിക്ക്. ജനൽ. ജനറല്ലേ? പക്ഷെ ക്ലാസ് ഇതിലില്ലല്ലോ. ഓക്കെ ഈസി ചോദിക്കാം. ഏറ്റവും വലിയ നെറ്റ്. ഇന്റർനെറ്റ്. ആലോചിക്കാൻ സമയം തരണ്ടേ? ഓക്കെ ഈ കാറിൽ നമുക്ക് ആർക്കും കയറാൻ പറ്റില്ല. എനിക്കറിയാം. എനക്ക് പറയണോ? ഏത് ഒരു കാറാ പക്ഷെ നമുക്ക് ആർക്കും കയറാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റും. മഴയൊക്കെ പെയ്യണത് വൈകുന്നേരം നമ്മിങ്ങനെ കാണാം. എന്താ പറയും, ചിലവർക്ക് അത് ഇഷ്ടമാണ്, ചിലവർക്ക് അത് ഇഷ്ടമല്ല. മഴ പെയ്യാൻ നേരത്ത് ഈ അമ്മമാർക്ക് പൊതുവെ ഇഷ്ടപ്പെടാറില്ല തുണിയൊക്കെ അലക്കി വിരിച്ചിടുമ്പോ. ആ സമയത്ത് ആ കാറ് കണ്ട അമ്മമാര് പറയും എന്തിനിപ്പൊ വന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. മഴക്കാറ്. തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന സിറ്റി. ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി. കൊച്ചിനെ ആലോചിക്കാൻ പോലും സമയം കൊടുത്തില്ല. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഇല്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിക്കാൻ കഴിയുന്ന അക്ഷരം. തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ആൻസർ കിട്ടി. ആ ലെറ്ററിൽ ഏറ്റവും കുറെ പേർക്ക് നിക്കാം. കൊറേ പേർക്ക് വരി വരിയായിട്ട് നിക്കാം. ഇങ്ങനെ നിക്കാം വരി വരിയായിട്ട്. പരിവരിയായിട്ട് നിക്കണേന് എന്താ ഇംഗ്ലീഷിൽ പറയാം? ലൈന്. വേറൊരു വാക്കില്ലേ? ഓ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത് നിക്കണം. ലൈന്. വരി. അത് ആൽഫബറ്റ്സിൽ നോക്ക്. ABCD അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടോ? CDFGHIJKLMNPQRST Q. മനസ്സിലായിട്ടില്ല. Q നിക്ക. Q. അയ്യോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഗേറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റ്. കുറെ പേര് ഇത് യൂസ് ചെയ്യും. മിക്ക വീട്ടിലും ഉണ്ടാവും ഈ ഒരു സാധനം. ഇന്ത്യ ഗേറ്റ്. ദിയക്കുട്ടി അത് യൂസ് ചെയ്യുന്നുണ്ടോ എനിക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടാവും. കോൾഗേറ്റ്. യൂസ് ചെയ്യുന്നുണ്ടോ? രണ്ടെണ്ണം പറഞ്ഞല്ലേ? പക്ഷെ ചേച്ചിയാ വിൻ ചെയ്തേ. എനിക്ക് ഡൗട്ട് ചെയ്തോ കിട്ടുമോന്ന്. ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് ആൻസേഴ്സ് പറയുന്നു. പക്ഷെ കൊള്ളാം, കൊറേ ആലോചിക്കാൻ ട്രൈ ചെയ്തു. ഓക്കെ അടുത്തത് നമുക്ക് വേറൊരു ഗെയിമിലേക്ക് പോവാം. നെവർ ഹാവ് എ എവർ. ഞാൻ ഒരു കാര്യം ചോദിക്കും, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് കാണിക്കണം. ഓക്കെ സിസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴെങ്കിലും ദിയ ദേവയുടെ ഡ്രസ്സുകൾ മോഷ്ടിച്ചിട്ടുണ്ടോ? എപ്പോഴും കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ചേച്ചിന്റെ ഡ്രസ്സാണ്. എന്റെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് ഇത് ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിക്കും. ചോദിക്കും. ഓക്കെ ഞാൻ മോഷ്ടിക്കലുണ്ട്. വീട്ടിലിട്ട ഡ്രസ്സാണെന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും ചേച്ചിയുടെ ഫോൺ ചോദിക്കാണ്ട് എടുത്തിട്ടുണ്ടോ? ചേച്ചിക്ക് ഫോണില്ല. ചേച്ചിക്ക് ഫോണില്ലേ? ഓക്കെ വേറെ ചെയ്യാം. കുക്ക് ചെയ്യാറുണ്ടോ? എനിക്ക് ക്രേവിങ്സ് തോന്നുന്ന ടൈമിൽ എനിക്ക് എന്താണ് തോന്നുന്നത് അത്. ഓക്കെ എപ്പോഴെങ്കിലും ദേവ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നല്ലതായിരിക്കും പക്ഷെ ദിയ പറഞ്ഞിട്ടുണ്ടോ അത് കൊള്ളത്തില്ല? ഇല്ലേ? നല്ല രീതിയല്ലേ? ഓക്കെ എപ്പോഴെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് അത് സിസ്റ്ററിന്റെ തലമിലേക്ക് ഇട്ടിട്ടുണ്ടോ? അതായത് ഇപ്പൊ ദേവ് വഴക്കുണ്ടാക്കിയിട്ട് പറയും ദിയ ആണോ ഉണ്ടാക്കിയത്, ദിയ വഴക്കുണ്ടാക്കിയിട്ട് പറയും ദേവു ആണോ ഉണ്ടാക്കിയത്, അങ്ങനെ ഇല്ലേ? പിന്നെ ചേച്ചി പറഞ്ഞു വന്നില്ലേ?
എന്ത് ഇപ്പൊ തന്നെ വെറുതെ അത് കോമഡിക്ക് കാരണം സത്യം പുറത്ത് വന്നു. എപ്പോഴെങ്കിലും സ്നാക്സ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. തല്ലുപിടിച്ച് വഴക്കിട്ടിട്ട് പരസ്പരം മിണ്ടാതിരുന്നിട്ടുണ്ടോ? ആ കുറച്ചേരം ആ. കുറച്ചേരം ഉണ്ടായിരുന്നു. എന്നിട്ട് ആരാ വന്ന് സമാധാനിപ്പിക്കാം? സമാധാനിപ്പിക്കുന്നില്ല. എപ്പോഴെങ്കിലും വർത്താനം പറയുമ്പോൾ പറയും, അങ്ങനെ പറഞ്ഞു പോകും. പിന്നെ അതിനെ പറ്റി വർത്താനം പറയലൊന്നുമില്ല. മീൻസ് വഴക്ക് ഉണ്ടാക്കിയതിനെ പറ്റി പിന്നെ പറയാറൊന്നുമില്ല. ഓക്കെ. ചോദിക്കാതെ മേക്കപ്പ് പ്രോഡക്ട്സ് എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇവള് അതെന്താ? എനിക്ക് മേക്കപ്പ് ഇല്ല. ഇല്ലേ? അയ്യോടാ, പാവില്ലാത്തോണ്ടാ. ഏറ്റവും കൂടുതൽ എടുക്കുന്ന എന്താ? ഏറ്റവും കൂടുതൽ എടുക്കുന്ന എന്താ? പെർഫ്യൂം. പെർഫ്യൂം ആണ് ഇഷ്ടം. പക്ഷെ ലിപ്സ്റ്റിക് എന്റെ എടുക്കാറില്ല? പെർഫ്യൂം എനിക്ക് ആരും എടുക്കണം എനിക്ക് ഇഷ്ടമല്ല. ആ. ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. എനിക്ക് ചിലപ്പം സോഫ്റ്റ് കോർണർ ഒക്കെ ഇതിന് എത്ര മാത്രമേ കൊടുക്കാറുള്ളൂ. പെർഫ്യൂംസ് ആണ് ഉള്ളത്? പാവം പാവം വെച്ചിട്ടാ. ഓക്കെ. TV റിമോട്ടിന് വേണ്ടി അടിപിടിക്കാറുണ്ടോ? കാരണം ഞാൻ TV ഓൺ ആക്കുമ്പോ മ്യൂസിക് വെക്കാൻ വേണ്ടിട്ടായിരിക്കും, അവള് കാർട്ടൂൺ വെക്കാനായിരിക്കും. ആ. എന്നിട്ട് ആരാ വിൻ ചെയ്യാ? എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന സമയത്ത് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ അടി കൂടാറുണ്ടോ? അത് ഓൾവേസ് അമ്മേന്റെ കയ്യിലാണ്. കിട്ടൂല അതൊക്കെ. ഓക്കെ. എപ്പോഴെങ്കിലും സിസ്റ്ററിന്റെ അതായത് നമുക്കിപ്പോ എല്ലാവർക്കും നല്ല ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനല്ലോ ഇഷ്ടം. ഇപ്പൊ നമ്മള് കണ്ണടച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പി കാണിച്ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവളുടെ ഫോട്ടോ അവളൊന്നും അങ്ങനെ നോക്കലില്ല, ഭംഗിയൊന്നും നോക്കലില്ല. ഞാൻ എന്റെ ഭംഗിയുടെ ഫോട്ടോ ഞങ്ങൾ രണ്ടുപേരുള്ളതാണ് പോസ്റ്റ് ചെയ്യും, ചോദിക്കാനൊന്നുമില്ല. ദിയക്ക് അങ്ങനെയൊന്നുമില്ല അല്ലേ? ഓക്കെ. ചേച്ചിക്ക് അല്ലെങ്കിൽ ദിയക്ക് അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ചിരിയിൽ എന്തുണ്ടല്ലോ? ഇല്ല. സത്യം പറ. ഇല്ല. ഒന്നും കൂടെ തിരിക്കണോ? വേറെ എന്താ തിരിക്കാൻ വേണ്ടി നോക്കിയത്? ഓക്കെ. അച്ഛൻ്റെ അമ്മേന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത് കേട്ട് ചിരിച്ചിട്ടുണ്ടോ? അവർക്ക് വഴക്കിട്ടുന്ന ടൈമിൽ ഞാന് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്ന ടൈമില്, ഷൂട്ട് ചെയ്യുന്ന ടൈമില് അവള് ഡയലോഗ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാന് അങ്ങനെ ആട്ടും, അങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ട്. ഞാൻ തെറ്റിച്ചാലും അങ്ങനെ. ഓക്കെ. ഫേവറേറ്റ് ഫുഡ് സിസ്റ്ററിന് കൊടുക്കാതെ ഒറ്റക്ക് കഴിച്ചിട്ടുണ്ടോ? ഏത് ഫുഡാ? ഏത് ഫുഡാ? മുട്ടായി ആയിരിക്കും മിക്കവാറും. ഡയറി മിൽക്കൊക്കെ ബബ്ലി. ഞാൻ അങ്ങനെ മുക്കാലും ഞാൻ തിന്നിട്ട് കൊടുക്കരും. ഈ പുറത്ത് പോകുന്ന സമയത്ത് എന്തായാലും വന്നിട്ട് ഇപ്പോ ദേവുവിന്റെ അടുത്ത് വന്നിട്ട് ദിയനെ കുറിച്ച് ചോദിക്കും, ദിയന്റെ അടുത്ത് വന്നിട്ട് ദേവനെ കുറിച്ച് ചോദിക്കും. അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാതിരുന്നിട്ടുണ്ടോ? ചില ടൈമില് പറയാം, പക്ഷെ അത് മറന്നു പോയിട്ടായിരിക്കും, അല്ലാതെ മനഃപൂർവ്വം പറയാൻ വന്നിട്ടില്ല. എപ്പോഴെങ്കിലും ചേച്ചിന്റെ ഫാഷൻ സ്റ്റൈല് കോപ്പി അടിക്കാൻ നോക്കിയിട്ടുണ്ടോ? അത് കോപ്പി അല്ല, ശരിക്കും അത് ഇൻസ്പയർ ചെയ്യുന്നതാ അല്ലേ? സിസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെയാ. ഞാൻ എന്നോട് പറയും, ചേച്ചി ഒരുങ്ങിയ മാതിരി ആ ഇലയിൽ കിട്ടമാതിരി എനിക്കൊന്ന് എഴുതി തരുമോ? കട്ട് ചെയ്തു. ആണോ? ലൈറ്റ് ആയിട്ട് ഐലൈനർ ഇട്ടുതരാൻ പറയുമ്പോ ഞാൻ നല്ല കട്ടിക്ക് ഇട്ടിടും. അറിയാതെ പോണ ഐലൈനർ ഇടുമ്പോ നമുക്ക് എല്ലാവർക്കും തെറ്റലുണ്ടല്ലോ. ചേച്ചിക്ക് തെറ്റില്ലല്ലോ. ഞാൻ സ്വന്തം ഇടുന്നത്. കുറച്ചും കൂടെ വലുതാകുമ്പോ ഒറ്റയ്ക്ക് ഇടാൻ പഠിക്കണം. അല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇടാറുണ്ട്. പിന്നെന്താ? ചേച്ചിന്റെ കൂടെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇടാൻ. ഓക്കെ. എപ്പോഴെങ്കിലും നമ്മളിപ്പോ സിബ്ലിങ്സ് തമ്മിൽ വഴക്കിടാൻ പറയില്ല, നിന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് അങ്ങനെ പറഞ്ഞ് തല്ലുപിടിക്കാം. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾക്ക് വഴിന്ന് കിട്ടിയതാണ് നമ്മൾ അങ്ങനെ പറയില്ലേ? ചിലപ്പോ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മുന്നേ. ഇപ്പൊ പറയില്ല, ഇപ്പൊ പിന്നെ ബോധം വെച്ചല്ലോ, ഇപ്പൊ പറയില്ല. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അച്ഛന്റെ അമ്മയുടെ ഫേവറേറ്റ് ഞാനാണെന്ന് പറഞ്ഞ് അടികൂടാറുണ്ടോ? ഉണ്ടോ? ഞാൻ കൂടലില്ല. നമുക്ക് ആരോട് അടികൂടുക? ഒറ്റക്കാണോ? അല്ല, ഞാൻ പറയാറുണ്ട്. ഒന്ന് രണ്ടു വട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ എപ്പോഴും അടി കൂടാറില്ല. ഓക്കെ. ഇപ്പൊ പല സത്യങ്ങളും പുറത്തോണ്ട് കഴിഞ്ഞു. ഈ റൗണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ഗെയിമാണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരാണ്
പ്ലേ ചെയ്യണ്ടേ. ഇപ്പൊ ഞാൻ ദിയക്ക് ഒരു ലെറ്റർ തരും, എന്നിട്ട് ഞാൻ എന്ത് ചോദിച്ചാലും ആ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻസേഴ്സ് വേണം പറയാൻ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. വാ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. പേരെന്താ? മിന്നി. മിന്നി. ഓക്കെ. എങ്ങനെ ഇങ്ങോട്ട് വന്നത്? വണ്ടിയില്. അമ്പടാ. ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തേ? മാനമ്പാടി സ്റ്റോറിന്ന്. ഈ ചേച്ചീന്റെ ഡ്രസ്സിന്റെ കളർ എന്തുവാ? വൈറ്റ്. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? വെള്ളയപ്പം. വട്ടയപ്പം. വട്ടയപ്പം. ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? വല്ലപ്പോഴും. ഹെയർ കെയർ റുട്ടീൻ എന്താ? എന്ത്? ഹെയർ കെയറിന് എന്താ ചെയ്യാ? വല്ല സാധനങ്ങളും ഇടും. ആ, ചേച്ചിയുടെ ഏത് മേക്കപ്പ് പ്രോഡക്റ്റാ കട്ടെടുക്കുന്നത്? പെട്ടെന്ന് പറയണോ? ചേച്ചി ഇതിന് സ്പീഡിൽ പറഞ്ഞ ചേച്ചി വിൻ ചെയ്യും. ഔട്ട്. ഓക്കെ. ചേച്ചിക്ക് നമുക്ക് കുറച്ച് ടഫ് ഉള്ള കൊടുക്കാം. ഏത് അക്ഷരം കൊടുക്കണം പറ. ഇയാളൊരു ആൻസർ പറയോ? ഞാൻ ഞാൻ തരാം. ഓക്കെ. അവിടെ മഴ പെയ്തോ ഇന്നലെ? തോരാതെ. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? തേന്മാവിൻ കൊമ്പത്തെ പാട്ട്. ഇത് എത്രാമത്തെ ഇന്റർവ്യൂ? 3rd. ഈ +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് ഏത് സബ്ജക്ട് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹം? തോറ്റുപോയാലും അങ്ങനെ പഠിച്ചു പോണല്ലോ, അപ്പൊ ഏതെങ്കിലുമൊക്കെ പഠിക്കണം. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? തുളസി. ഓക്കെ. ഫാൻസിനോട് എന്താ പറയാനുള്ളത്? താങ്ക് യു. ഓക്കെ. എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുവരെ യൂട്യൂബില്? 900 കണക്കിന്. ആവശ്യമല്ലേ. മേക്കപ്പ് എങ്ങനെയാ ചെയ്യുന്നത്? മേക്കപ്പ് താനെ ചെയ്തു പോണു. ഡ്രസ്സൊക്കെ ആരെ സെലക്ട് ചെയ്യാ? തോമസിന്റെ മോൻ. അത് വിളിച്ചു. ഓക്കെ. ഈ സ്റ്റുഡിയോ ഇരിക്കുന്നത് എവിടെയാ? താമരശ്ശേരി. ഏതാ സ്ഥലം? ആണോ? ഈ പുള്ളിയുടെ പേരറിയോ? തോമാച്ചൻ. ആരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം? ടോവിനോ തോമസ്. ദിയക്കുട്ടിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ? തള്ളു. തള്ളു. തള്ള്. തള്ള. അന്ന് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? തള്ളു. വേറെ പറ. തമാശ. തമാശക്കാരിയല്ലേ? ഓക്കെ. ദിയക്കുട്ടി ഇങ്ങനെ സമ്മതിച്ച് തരാറുണ്ടോ തോക്കുന്നതൊക്കെ? തോക്കുമ്പോ സമ്മതിച്ച് തരും. ഒരു ദിവസം എത്ര വട്ടം കുളിക്കും? സമയം എടുത്ത്. ഓക്കെ. പക്ഷെ ആര് ചേച്ചി? കുറച്ചും കൂടി സ്പീഡിൽ പറഞ്ഞ ചേച്ചിയല്ലേ? ഓക്കെ. ചേച്ചി ജയിച്ചു. മിക്ക റൗണ്ടിലും ജയിച്ചേ. ദേവക്കുട്ടിക്ക് പണിഷ്മെന്റ് കൊടുക്കാം. പാട്ട് പാടിയിട്ട് പോയാ മതി അല്ലേ? എനിക്കറിയില്ല പാട്ട്. പാട്ട് പാടൂലേ? പാട്ടൊട്ടും അറിയില്ല. അറിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഗെയിമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ദേവാണ് ജയിച്ചത്. പക്ഷെ ദിയ നന്നായിട്ട് ട്രൈ ചെയ്തു കേട്ടാ. മറ്റേ ഗെയിമിലൊക്കെ പൊളിച്ചു. സ്പൈഡർമാനാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത്, പറയിപ്പിച്ചത് ദിയ. സ്പൈഡർമാൻ ഇങ്ങനെ ഒന്ന് ഇരിക്കലും കാണിക്കലും ജയിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. Inji, my meal partner.